ഹലോ എവരിവൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് S3 സിവിൽ കോർ പേപ്പർ ആയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ബാക്കി പോർഷനാണ് 2024 സ്കീം. ബാക്കി പോർഷനിൽ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് പ്രഷർ ആണ്. ഫ്ലൂയിഡ് പ്രഷർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള വെള്ളം, ആ വെള്ളം കണ്ടെയ്നറിൻ്റെ വോൾസിലോട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ഈ സ്വാഭാവികമായിട്ടും വാട്ടറിന് ഒരു പ്രഷർ ഉണ്ട്, അത് ആ വോൾസ് പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷർ എങ്ങനെയായിരിക്കും? ആ കണ്ടെയ്നറിൻ്റെ വോൾസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അപ്ലൈ ആവുന്നത്. സോ അതായത് ഇപ്പം നമ്മളിതൊരു ഒരു ചെറിയൊരു ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം ചെറിയ ഏരിയയിൽ പ്രഷർ ഉണ്ടാകുമ്പം നമ്മൾ PA അഥവാ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അപ്പം സ്മോൾ ഏരിയയിലെ പ്രഷർ എങ്ങനെയായിരിക്കും? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പം ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? DF/DA, അതായത് ഫോഴ്സ് ബൈ ഏരിയ. ഇനി അതൊരു ലാർജർ ഏരിയയിലാകുമ്പോൾ എങ്ങനെയായിരിക്കും? P=F/A. ഇനി അതിൽ നിന്ന് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? Force equal to pressure into area. Pressure intensity is equal to force by area. Force equal to pressure into area. ഇനി നമുക്കറിയാം പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതിനെ തന്നെ നമ്മൾ എന്ത് പറയും? പാസ്കൽ എന്ന് പറയും. അപ്പം 1 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ 1000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഒരു ബാർ എന്ന് പറയുന്നത് 100 കിലോ പാസ്കൽ വിച്ച് ഈസ് ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ യൂണിറ്റ്സ് ഒന്ന് നോക്കി വെച്ചേക്കണം, പ്രോബ്ലംസിൽ നമുക്ക് യൂസ് ആവും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പാസ്കൽസ് ലോ ആണ്. അപ്പോൾ പാസ്കൽസ് ലോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റാറ്റിക് മാസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഒരു പോയിന്റിൽ നിന്നും ആ ഫ്ലൂയിഡ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് റിലീസ് ചെയ്യുന്ന പ്രഷർ എല്ലാ ഡയറക്ഷൻസിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതായത് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. അതായത് ആ ഫ്ലൂയിഡിൽ നിന്ന് റിലീസ് ആവുന്ന പ്രഷർ എല്ലാ ഡയറക്ഷൻസിലും സെയിം ആയിരിക്കും. സോ ഇനി നമുക്കതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവാം. ഒരു ഫ്രീ സർഫസ് ഓഫ് ഫ്ലൂയിഡിൽ നിന്നും അതിൻ്റെ ഒരു Z ഡിസ്റ്റൻസ് മാറി ഒരു ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് എലമെന്റ് എന്ന് പറയുന്നത് വെഡ്ജ് ഷേപ്ഡ് എലമെന്റ് ആണ്. എലമെന്റിനെ ഞാൻ കുറച്ച് മാറ്റി വരച്ചിട്ടുണ്ട്. ABC എന്നാണ് ആ വെഡ്ജ് ഷേപ്ഡ് എലമെന്റിനെ വരച്ചേക്കുന്നത്. AC എന്ന് പറയുന്ന പോർഷന്റെ ലെന്തിനെ നമ്മൾ DX എന്നും, Y ഡയറക്ഷനിൽ പോകുന്ന ഫ്ലൂയിഡ് എലമെന്റിന്റെ ലെന്തിനെ DY എന്നും, Z ഡയറക്ഷനിൽ പോകുന്ന ഫ്ലൂയിഡ് എലമെന്റിന്റെ ലെന്ത് DS എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് AA', BB', CC' എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചുകൂടെ വ്യക്തത വരാൻ ഞാൻ ആ ഒരു വെഡ്ജ് ഷേപ്പിനെ മാറ്റി വരച്ചിട്ടുണ്ട്. സോ DX, DY, DZ. ഇനി X ഡയറക്ഷനിലോട്ട് PX പ്രഷറും Y ഡയറക്ഷനിലോട്ട് PY പ്രഷറും Z ഡയറക്ഷനിലോട്ട് PZ പ്രഷറുമാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. dx എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ഇൻ X ഡയറക്ഷൻ. ആൻഡ് dy എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ഇൻ Y ഡയറക്ഷൻ. ആൻഡ് ds ലെങ്ത് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ഇൻ Z ഡയറക്ഷൻ. നമ്മൾ ഈ വെഡ്ജ് ഷേപ്ഡ് എലമെന്റിന്റെ വിഡ്ത്ത് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? 1 യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ABC എന്ന് പറയുന്ന ആംഗിൾ θ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. PX എന്ന് പറയുന്നതിന് നമ്മൾ X ഡയറക്ഷനിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റി ആയിട്ടും, PY എന്ന് പറയുന്നത് Y ഡയറക്ഷനിലെ പ്രഷർ ഇൻറ്റൻസിറ്റി ആയിട്ടും, PZ എന്ന് പറയുന്നത് Z ഡയറക്ഷനിലെ പ്രഷർ ഇൻറ്റൻസിറ്റി ആയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെഡ്ജ് ഷേപ്ഡ് എലമെന്റിനുള്ളിൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? പ്രഷർ ഫോഴ്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോ ഫേസ് നോക്കാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ പ്രഷർ ഫോഴ്സ് ഓൺ AB ഫേസ് എന്താണ്? F is equal to P into A. അപ്പോൾ P എന്ന് പറയുന്നത് AB ഫേസിൽ ഏതാണ്? PX അല്ലേ? PX ഇൻറ്റു ഏരിയ. ഏരിയനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഓർ ബ്രെഡ്ത്ത്.
അപ്പൊ ലെന്ത് നമ്മൾ dy ആയിട്ട് എടുക്കുന്നു. വിഡ്ത്ത് എന്താണ്? വിഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 1. ഇനി AC ഫേസ് ആകുമ്പോൾ എന്താണ്? py ഇൻറ്റു 1 ഇൻറ്റു dx അല്ലേ? അതേപോലെ BC ഫേസ് എന്തായിരിക്കും? pz ഇൻറ്റു 1 ഇൻറ്റു ds. ഇനി നമുക്കറിയാം ഈ ഫ്ലൂയിഡ് എലമെന്റിന് എന്തുണ്ട്? വെയിറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ വെയിറ്റിന് നമുക്ക് W mg എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇനി നമുക്കറിയാം ഇപ്പൊ എമ്മിന് ഇക്വേഷൻ വേണമല്ലോ. അപ്പം നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അതിൽ നിന്ന് നമുക്ക് മാസിനെ എന്തായിട്ട് എടുക്കാം? റോ ഇൻറ്റു വി. റോ എന്താണ്? റോ നമുക്ക് അതുപോലെ കൊടുക്കാം വി. വി എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ? വോളിയത്തിനെ നമുക്ക് എന്താക്കാം? ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പൊ ലെങ്ത് നമ്മളിവിടെ 1 ആയിട്ടാണ് എടുക്കുന്നത്. സോ W ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു ജി അല്ലെ? അപ്പൊ റോ ഇൻറ്റു ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? അപ്പൊ ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് dx ഇൻറ്റു ഹൈറ്റ് dy എന്ന് മാർക്ക് ചെയ്ത് ഇൻറ്റു എൽ ഇൻറ്റു ജി. അപ്പൊ നമ്മൾ എല്ലിനെ 1 ആയിട്ട് എടുത്തു. സോ W ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? റോ ഇൻറ്റു dx ഇൻറ്റു dy ഇൻറ്റു എൽ ഇൻറ്റു ജി ബൈ 2. സോ ഇനി നമ്മൾ ഈ ഫോഴ്സസിനെ എല്ലാം ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ആ വെഡ്ജ് ഷേപ്ഡ് എലമെന്റിനെ ഒന്നുകൂടെ വരയ്ക്കാം. സോ നമുക്ക് ഈ ഫോഴ്സസിനെല്ലാം എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ആ വെഡ്ജ് ഷേപ്ഡ് എലമെന്റിനെ ഒന്നുകൂടെ വരയ്ക്കുമ്പോൾ എന്താണ്? എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരുന്നു? തീറ്റ ആയിരുന്നു അല്ലേ? അപ്പൊ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ആംഗിൾ എന്തായിരിക്കും? അതായത് ഈ ആംഗിളും തീറ്റ ആയിരിക്കും അല്ലേ? അപ്പം തൊട്ടടുത്തിരിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? അപ്പം 90 മൈനസ് തീറ്റ അല്ലേ? സോ നമുക്കിനി ഇതിനെ എന്ത് ചെയ്യാം? ഫോഴ്സസിനെല്ലാം നമുക്ക് ആക്സിസിൽ മാർക്ക് ചെയ്യാം. അപ്പം എക്സ് ആക്സിൽ എന്തായിരുന്നു? ഫോഴ്സ് പി എക്സ് ഡി വൈ. വൈ ആക്സിസിൽ പി വൈ ഡി എക്സ്. ഇസഡ് ആക്സിസിൽ എന്തായിരുന്നു? പി ഇസഡ് ഡി എസ്. അപ്പോൾ ഈ ആംഗിള് 90 മൈനസ് തീറ്റ ആയതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്തിരിക്കുന്നതിനെ നമുക്ക് കമ്പോണൻസ് ആക്കി മാറ്റിക്കൂടെ? മുകളിലോട്ട് കാണിക്കുന്നതിനെ നമുക്ക് പി ഇസഡ് ഡി എസ് കോസ് 90 മൈനസ് തീറ്റ. എക്സ് ആക്സിലോട്ട് എന്താക്കാം? പി ഇസഡ് ഡി എസ് സൈൻ 90 മൈനസ് തീറ്റ. പിന്നെ എന്താണ്? ഫ്ലൂയിഡ് എലമെന്റ് താഴോട്ട് ആ എലമെന്റ് കൊടുക്കുന്ന ഒരു വെയിറ്റ്. അപ്പം മൊത്തത്തിൽ എല്ലാ ഫോഴ്സും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യാം. സോ നമ്മൾ ഡെറിവേഷനിലോട്ട് പോകുമ്പോൾ നമുക്കിനി ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ആണല്ലേ? സോ നമുക്കിവിടെ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും മതി. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിട്ടുള്ള സിഗ്മ എഫ് എക്സും സിഗ്മ വൈ ഈക്വൽ ടു 0 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലോട്ട് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്? പി എക്സ് ഡി വൈ. അതെന്തായിരിക്കും? പോസിറ്റീവ്. മൈനസ് തിരിച്ചിങ്ങോട്ടാണ് പി ഇസഡ് ഡി എസ് സൈൻ 90 മൈനസ് തീറ്റ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ പി എക്സ് ഡി വൈ മൈനസ് പി ഇസഡ് ഡി എസ് സൈൻ 90 മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ അല്ലേ? ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും എടുത്തെഴുതാം. അപ്പൊ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് അല്ലേ? അപ്പം ഡി എക്സ് ബൈ ഡി എസ്. അപ്പൊ അതിൽ നിന്ന് ഡി എസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എസ് ഇൻറ്റു സൈൻ തീറ്റ. ഇനി അതേപോലെ തന്നെ കോസ് തീറ്റ എന്താണ്? ഡി വൈ ബൈ ഡി എസ് അല്ലേ? ഡി വൈ ഇസ് ഈക്വൽ ടു ഡി എസ് കോസ് തീറ്റ. സോ അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് അപ്ലൈ ചെയ്യാം. അതായത് പി എസ് ഡി വൈ മൈനസ് പി ഇസഡ് ഡി എസ് കോസ് തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കാം? ഡി വൈ. അപ്പൊ ഡി വൈയും ഡി വൈയും ക്യാൻസൽ ആയി എന്താവും? പി എക്സ് ഈക്വൽ ടു പി ഇസഡ്. സോ സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പം വൈ ആക്സിൽ ഏതൊക്കെയാണ്? പി ബൈ ഡി എക്സ് അല്ലേ? അത് മുകളിലോട്ടാണ്. സോ പോസിറ്റീവ് മൈനസ് പി ഇസഡ് ഡി എസ്. പി ഇസഡ് ഡി എസ് എന്താണ്? പി ഇസഡ് ഡി എസ് കോസ് 90 മൈനസ് തീറ്റ. അപ്പം അതെങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടല്ലേ? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നെഗറ്റീവ് മൈനസ് ഡബ്ല്യു. വെയിറ്റ് എപ്പോഴും എന്താണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇസ് ഈക്വൽ ടു 0. ഇനി പി വൈ ഡി എക്സ് മൈനസ് പി ഇസഡ് ഡി എസ് സൈൻ കോസ് 90 മൈനസ് തീറ്റ എന്താവും? സൈൻ തീറ്റ മൈനസ് ഡബ്ല്യു. ഇനി നമുക്ക് എന്ത് ചെയ്യും? ഈ സൈൻ തീറ്റയ്ക്ക് വേറെ ഇക്വേഷൻ കൊടുക്കാമല്ലോ. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് അല്ലേ? അപ്പൊ ഡി എക്സ് ബൈ ഡി എസ്. അപ്പൊ ഡി എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? ഡി എസ്
സൈൻ തീറ്റ, ds സൈൻ തീറ്റ കൊടുക്കാം. സോ ds സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ds സൈൻ തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പം dx കൊടുക്കാം അല്ലേ? അപ്പൊ py dx മൈനസ് pz എന്താക്കാം? ds സൈൻ തീറ്റയ്ക്ക് വരും dx മൈനസ് w. ഇനി wക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? റോ ഇൻറ്റു ജി ഇൻറ്റു dx dy ബൈ 2. സോ അത് നമുക്ക് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് y ആക്സിലുള്ള ഇക്വേഷൻ കിട്ടി. ഇനി w എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലിജിബിൾ ആക്കിയാണ്. സോ നമുക്ക് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും py dx മൈനസ് pz dx അല്ലേ? അപ്പൊ dxഉം dxഉം ക്യാൻസൽ ചെയ്ത് py ഈക്വൽ ടു pz. സോ നമ്മൾ ഫസ്റ്റ് x കമ്പോണന്റ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? px ഈക്വൽ ടു pz. y കമ്പോണന്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? py ഈക്വൽ ടു pz. സോ px ഈക്വൽ ടു py ഈക്വൽ ടു pz. അതായത് എന്താണ്? ഒരു ഫ്ലൂയിഡ് എലമെന്റ് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രഷർ എല്ലാ ഡയറക്ഷൻസിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ അതാണ് നമ്മൾ പാസ്കൽസ് ലോ വഴി പ്രൂവ് ചെയ്തത്. സോ നമുക്കിനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സോ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് പറയാം ഹൈഡ്രോളിക് ജാക്ക്. അതായത് നമ്മൾ ഈ കാർ റിപ്പയർ ഷോപ്സിലൊക്കെ വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ലേ? അപ്പോൾ ഹൈഡ്രോളിക് ജാക്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്സ് വെഹിക്കിളിൽ ഇതിലെന്താണ്? അതായത് നമ്മൾ ബ്രേക്ക് പെഡലിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രഷർ ബ്രേക്ക് ഫ്ലൂയിഡിൽ കൂടെ എല്ലാ വീൽസിലും ഈക്വൽ ആയിട്ട് പ്രഷർ അപ്ലൈ ആവും. സോ അതെന്താണ്? പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്.